എന്റെ മുമ്പിൽ ഒരിക്കലും ഈ കണ്ണ് നിറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ആർക്കാ വിഷമമില്ലാത്തത്? നിനക്ക് സ്വന്തവും ബന്ധവും എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും ഞാൻ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. പക്ഷേ ആ കമ്മീഷൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഋഷികേശിന്റെ ശവശരീരം റെയിൽവേ ട്രാക്കിൽ ചതഞ്ഞറിഞ്ഞ് കിടക്കുന്നത് നാട്ടുകാരാദ്യം കണ്ടത്. കഷ്ടം. ഞാനൊന്ന് തീരുമാനിച്ചു. ഇനി നമുക്ക് ഈ ഒളിച്ചുകളി വേണ്ട. നീ എൻ്റെ ഭാര്യയാണെന്ന് ഞാൻ പരസ്യമായി പ്രഖ്യാപിക്കാൻ പോവാ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. കമ്മീഷണർ നിന്നെ ഏൽപ്പിച്ച ആ ബാഗ് എടുത്തോ. ബാബുജിക്ക് എന്തിനാത്? ഡിപ്പാർട്ട്മെന്റിലെ എന്തോ രഹസ്യ രേഖകളാണെന്നും ചോദിക്കുമ്പോ തന്നാ മതിയെന്നും പറഞ്ഞ് സൂക്ഷിച്ചു വെക്കാൻ ഏൽപ്പിച്ചിട്ടാ അദ്ദേഹം പോയത്. അതിനുള്ളിൽ എന്താണെന്ന് നിന്നോട് പറഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കസേര തെറിപ്പിക്കാൻ ഞാൻ ചില തന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചു വെച്ചിരുന്നു. അതിനെക്കുറിച്ചുള്ള റെക്കോർഡുകളും മറ്റും ബാഗിലാക്കി ഞാൻ തന്നെ ആ കമ്മീഷണറെ ഏൽപ്പിച്ചത്. കണ്ണടച്ച് വിശ്വസിക്കാൻ നമുക്ക് അയാൾ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആകുമ്പോൾ ഭദ്രമായി ഇരിക്കുമെന്ന് അയാൾ തന്നെ പറഞ്ഞത്. ഇതിൻ്റെ ഇടയ്ക്ക് ഈ കടങ്കൈ ചെയ്യുമെന്ന് ആരാധനു. എനിക്ക് ആ മുഖ്യൻ്റെ ആൾക്കാരെയാണ് സംശയം. അത് ഞാൻ കണ്ടുപിടിച്ചോളാം. മോള് പോയി ആ ബാഗ് എടുത്തോണ്ട് വാ. ഇനി എനിക്ക് ഒരു ഉപകാരം കൂടി ചെയ്യണം. എന്താ ബാബുജി? നിന്റെ അച്ഛൻ്റെയും അനിയത്തിമാരുടെയും കേസ് കോടതിയിലെത്തിയിട്ടുണ്ട്. മാമാജിയോടൊപ്പം എനിക്കും ആ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് മുഖ്യൻ്റെ ആൾക്കാർ കോടതിയിൽ മൊഴി നൽകാൻ പോകുന്നു. ഭരണം കയ്യിലുള്ളതുകൊണ്ട് ചിലപ്പോൾ കോടതിയെയും അയാൾ സ്വാധീനിച്ചെന്ന് വരും. മാമാജിയുമായി എനിക്കുണ്ടായിരുന്ന ബന്ധം കണക്കിലെടുത്താൽ ചിലപ്പോൾ കോടതിയും അത് വിശ്വസിക്കും. മരിച്ചത് നിന്റെ അച്ഛനും അനുജത്തിമാരുമാണ്. എനിക്കനുകൂലമായി മോള് നൽകുന്ന മൊഴിക്ക് മാത്രമേ എന്നെ രക്ഷപ്പെടുത്താനാകൂ. തരകനാണ് നമ്മുടെ വക്കീൽ. പറയേണ്ടതെല്ലാം അയാൾ പഠിപ്പിച്ചു തരും. ഞാൻ പറയാം, എവിടെ വേണമെങ്കിലും പറയാം. എന്റെ കഴുത്തിൽ താലി കെട്ടിയ ആളാ ബാബുജി. മാമാജിയെ തൂക്കിലേറ്റുന്നത് കണ്ടുകൊണ്ട് എനിക്ക് ബാബുജിയുടെ ഒപ്പം ഭാര്യയായി ജീവിക്കണം. എന്താ പേര്? സുകന്യ. വിവാഹിതയാണോ? അതെ. ഭർത്താവ്? ശ്രീഹർഷൻ. എന്താ പുള്ളിക്കാരന്റെ ജോലി? അറിയില്ല. ഭർത്താവിന്റെ ജോലി അറിയില്ലെന്നോ? വിചിത്രമായിരിക്കുന്നല്ലോ. അതെ, വിവാഹം കഴിഞ്ഞ അടുത്ത ദിവസങ്ങളിൽ തന്നെ അയാൾ ഒരു വിചിത്ര സൃഷ്ടിയാണെന്ന് എനിക്ക് ബോധ്യമായി. ഒന്ന് വിശദീകരിക്കാമോ? സ്വാതന്ത്ര്യ സമര സേനാനി
കേസരി ഗോവിന്ദപിള്ളയുടെ മകനെന്ന വ്യാജവിലാസത്തിലാണ് എന്നെ അയാൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. പൊന്നും പൂവും കൊടുത്ത് ഭാര്യയെ പോറ്റിയില്ലെങ്കിലും പരസ്ത്രീകളുമായി ഭർത്താവിന് ബന്ധമുണ്ടെന്നറിഞ്ഞാൽ ഏത് സ്ത്രീയെ തകർന്നു പോകാത്തത്? ഈ സംഭവത്തെ ചൊല്ലി നിങ്ങൾ വഴക്കൂടാറുണ്ടോ? ഉണ്ട്, പലതവണ. ഏതെങ്കിലും ഒരു സംഭവം ഒന്ന് വിശദീകരിക്കണം. ഗ്രാമത്തിൽ ഞാൻ ഇല്ലാതിരുന്ന ഒരവസരത്തിൽ എന്നെ കാണാൻ വന്ന എന്റെ അനുജത്തിമാരോട് അയാൾ അപമര്യാദയെ പെരുമാറിയെന്നറിഞ്ഞപ്പോൾ എന്റെ എല്ലാ നിയന്ത്രണവും വിട്ട് ഞാൻ... അതോടെയാണോ നിങ്ങൾ തെറ്റിപ്പിരിഞ്ഞത്? അതെ. അനുജത്തിമാരുടെ ആത്മഹത്യയിൽ ഭർത്താവിന്റെ പങ്കിനെക്കുറിച്ച് പ്രോസിക്യൂഷന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി പറഞ്ഞല്ലോ. സംഭവം നടന്നു എന്ന് പറയുന്ന സമയം നിങ്ങൾ എവിടെയായിരുന്നു? ബാബുജിയോടൊപ്പം പാർട്ടി കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഗസ്റ്റ് ഹൗസിലുണ്ടായിരുന്നു. പാതിരാത്രിക്കാണോ പാർട്ടി പ്രവർത്തനം? അത് ഒരു അന്യനായ പുരുഷനോടൊപ്പം? കുടുംബസ്ഥയായ നിങ്ങൾ? അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിവുള്ള മൂല്യബോധമുള്ള ഒരു പുരുഷനാണ് അയാളെന്ന് ബോധ്യമായാൽ അവിടെ രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസം എന്തിന്? അത്രയ്ക്ക് സ്വഭാവ ഗുണമുള്ള ആളാണ് ബാബുജി എന്നാണോ നിങ്ങൾ പറഞ്ഞു വരുന്നത്? അതെ. അദ്ദേഹത്തോടൊപ്പം പേഴ്സണൽ സെക്രട്ടറി എന്ന നിലയിൽ പല സന്ദർഭങ്ങളിലും ഒരുമിച്ചുണ്ടായിരുന്നിട്ടും ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ തെറ്റായ ഒരു സമീപനം ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നനുജത്തിമാരുടെയും അച്ഛന്റെയും ആത്മഹത്യക്ക് കാരണക്കാരൻ ബാബുജിയാണെങ്കിൽ ഈ കോടതി മുൻപാകെ ആദ്യം പ്രതികരിക്കുന്നത് ഞാനായിരിക്കും. ഇത് എന്റെ മാത്രം വിജയമല്ല, ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിക്കപ്പെട്ട തിന്മയുടെ മേലുള്ള വിജയമാണ്. ഈ വിജയത്തിന് പിന്നിൽ ഒരു ശക്തിയായി നിന്നത് സുകന്യയാണ്. പാർട്ടിയിൽ മാത്രമല്ല, ജീവിതത്തിലും ഒരു തുണയായി ഇവൾ എന്നോടൊപ്പം ഉണ്ടാകും. നിങ്ങളെ എല്ലാവരെയും സാക്ഷി നിർത്തി എന്റെ ജീവിത സഖിയായി ഞാൻ ഇവളെ സ്വീകരിക്കുന്നു.
കേരളത്തിലെ 100 കോടി ജനങ്ങളുടെ ആശയും പ്രതീക്ഷയുമായിരുന്ന ദി ഗ്രേറ്റ് ബാബുജി. പണവും പൊളിറ്റിക്കൽ സ്വാധീനവുമുള്ള നിനക്ക് നീതിപീഠം നൽകുന്ന പരമാവധി ശിക്ഷ എന്താകുമെന്ന് എനിക്കറിയാമായിരുന്നു. നിനക്കത് പോരാ. ഈ കത്തിമുന കൊണ്ട് നിന്റെ അന്ത്യവിധി ഞാൻ തന്നെ കുറിക്കണമെന്ന് എനിക്ക് വാശിയുണ്ടായിരുന്നു. ഇതിന് നീതിപീഠം നൽകുന്ന എന്ത് ശിക്ഷ സ്വീകരിക്കാനും ഞാൻ ഒരുക്കമാണ്.